ചൊക്കനയിൽ അടിപ്പാദം അടർന്ന നിലയിൽ കാട്ടുകൊമ്പനെ കണ്ടെത്തി. കാരിക്കടവിനും ചൊക്കനയ്ക്കും ഇടയിലുള്ള വനമേഖലയിലാണ് പിൻകാലിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ കണ്ടത്. കാട്ടാനയ്ക്ക് എത്രയും വേഗം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. സൂരജ് സജ വിവരങ്ങൾ വെച്ചായിരുന്നു. സൂരജ്, ഈ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് മറ്റൊരു വാർത്ത ഓർമ്മ വരുന്നത്, മസ്തകത്തിൽ പരിക്കുമായി നമ്മൾ ഇതുപോലെ രാവിലെ ഇതുപോലെ പുറത്തുവിട്ട ഒരു ദൃശ്യവും വാർത്തയും ഇടപെടലുണ്ടായി. പക്ഷേ ആത്യന്തികമായ അതിന് ഫലം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല താനും. ഇതെന്താ സംഭവം സൂരജ്? വയ്യാത്ത കാലമായിട്ടാണ് ഇഷ്ടം. ഹാഷ്മി, എന്തായാലും വളരെ സങ്കടകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ ആനയുടെ പിൻകാലിന്റെ അടിപ്പാദമാണ് അടർന്നു പോയത്. ആ ആന കാല് ഉയർത്തുന്ന സമയത്ത് നമുക്ക് കാണാം വലതുവശത്തെ പിൻകാലിൽ ഈ അടിപ്പാദം അടർന്ന് തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ്. അത്തരത്തിലുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ ആനയെ നിരീക്ഷിച്ചു വരികയാണെന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കാരിക്കടവിനും ചൊക്കനയ്ക്കും ഇടയിലുള്ള വനമേഖലയിലാണ് ആന ഇപ്പോഴും തുടരുന്നത്. അത് ഈ ചാലക്കുടി പുഴയോടൊക്കെ ചേർന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ഈ പുഴയിൽ ഇറങ്ങി ആന വെള്ളം കുടിക്കുന്നൊക്കെ കാണാം. പക്ഷെ ആനയുടെ ശരീരത്തിലടക്കം അവശതകൾ പ്രകടമാണ്. കാരണം കാലിൻ്റെ ഭാഗം എല്ലാം തന്നെ ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ വേദന മൂലം ആനയ്ക്ക് തീറ്റയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയെ നിരീക്ഷിച്ചു വരികയാണെന്നും പരിക്കിന്റെ തീവ്രത അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനയ്ക്ക് എത്രയും വേഗം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് തങ്ങൾ ഉള്ളതെന്ന് കൂടി വനംവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ആനയുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണെന്നുള്ള ദൃശ്യങ്ങൾ തന്നെ വെളിവാക്കുന്നുണ്ട്. എന്തായാലും തീവ്രമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.